ഇതുവല്ലോ നടക്കുവോ? അതെ, ഡോക്ടർ എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരുപാട് നിക്കല്ലേ ഇരിക്കണമെന്നാ പറഞ്ഞു. അറിയാലോ, ഞാനിരുന്നോളാം. എൻ്റെ മോം ടു ബി ഫോട്ടോഷൂട്ട് എപ്പോൾ എടുക്കും? നമ്മൾ കാര്യമായിട്ട് കല്യാണത്തിനും മര്യാദക്ക് ഫോട്ടോ എടുത്തില്ല, സേവ് ദ ഡേറ്റും ഒന്നും എടുത്തില്ല. ഇതെങ്കിലും മര്യാദക്ക് എടുക്കുവോ? എൻ്റെ പൊന്നെ മോളെ, നീ ഇത്രയും നാൾ എൻ്റെ കൂടെ നടന്നിട്ട് എന്തൊന്നും മനസ്സിലാക്കിയില്ല. ഇത് സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വെറും പൊട്ടത്തരല്ലേ. അത് കുറേ പൊട്ടന്മാരാണ് അതൊക്കെ എടുക്കണത്. സത്യം പറഞ്ഞാൽ എനിക്ക് സേവ് ദ ഡേറ്റ് എന്ന് കേൾക്കണതേ വെറുപ്പാണ്. പിന്നെ പൈസ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കണേണ് കേട്ടോ. ഫോട്ടോഷൂട്ടും ക്രിയേറ്റിവിറ്റിയും സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതിനെന്ത് ഒരു ക്രിയേറ്റിവിറ്റി ഇതാ വളരല്ലേ? അത് വളരട്ടെ, നമുക്ക് അതിൻ്റെ ഫോട്ടോയൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഈ മം ടു ബി ഞാൻ ഒരു ഇംഗ്ലീഷ് നടിയുടെ ഒരു സംഭവം ഉടനെ ആവും. അതിൽ കുറച്ച് നല്ല ഷോർട്സ് ഉണ്ട്. ഞാൻ അത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ആ ഷോർട്സ് വെച്ചിട്ട് നിന്നെ ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ യൂട്യൂബിലിട്ട് വൈറലാക്കും. ഞാൻ വൈറലായല്ലോ, ഇനി വൈറലാക്കും. എന്തൊക്കെയുണ്ട്? എന്താ സുഖമായിട്ട് പോകണം. സുഖല്ലേ? സുഖമായിരിക്കണം. എന്തൊക്കെ വിശേഷം? എൻ്റെ രണ്ടാമത്തെ മോളുണ്ടല്ലോ ലക്ഷ്മി, അവളുടെ കല്യാണം ശരിയായി. ഫിക്സായ? ഓ, അന്ന് പറഞ്ഞ എഞ്ചിനീയർ കരുനാപ്പള്ളി. അതെ അതെ അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഡേറ്റ് എന്നത്തേക്കാ? അടുത്ത മാസം 16-ാം തീയതി. അടുത്ത മാസം 16. മോളെ ഒന്ന് നോക്കിയിട്ട് അടുത്ത മാസം 16. മൂത്തോളുടെ കല്യാണത്തിന് എങ്ങനെയായിരുന്നോ അതേപോലെ എല്ലാ ചടങ്ങും. അല്ല, അതിപ്പോ 2 കൊല്ലം മുമ്പല്ല, പുതിയ ചടങ്ങുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഹൽദി, പിന്നെ വേറെന്താടി, മെഹന്തി. അപ്പൊ അതെല്ലാം ഉണ്ട്. ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം, 16 12 മുതൽ തുടങ്ങാം. 12, 13, 14, 15 റെസ്റ്റ്, 16 കല്യാണം. എന്തായാലും മറ്റേ മോളുടെ പോലെ തന്നെ എല്ലാം ഭംഗിയായിരിക്കണം. ടെക്നോളജി ഒരുപാട് പുതിയ സംഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ക്യാമറകളൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ്. അതിന്റെ ആൽബവും മറ്റു വീഡിയോ ഒക്കെ നല്ല അഭിപ്രായം. അതല്ല ഈ പറഞ്ഞില്ല, പിള്ളേർ നന്നായിട്ട് സഹകരിച്ചു കേട്ടോ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി അന്ന്. അതാണ് അന്നിപ്പോ ഈ കല്യാണം കഴിഞ്ഞിട്ട് പോയ കാരണവന്മാരും ആൾക്കാരൊക്കെ ഒരു പരാതി പറഞ്ഞു. അല്ല, നമ്മുടെ ഈ പാട്ട് വല്ലതും ചേർത്തത് ഇഷ്ടമായില്ല എന്നാണ്? അല്ല, അങ്ങനെയല്ല. ഈ കല്യാണം കാണാൻ വന്നവർക്ക് ലൈവായിട്ട് താലികെട്ട് കാണാൻ പറ്റിയില്ല. അവിടെ ഈ ക്യാമറമാരുടെ പിന്നാമ്പുറം മാത്രമാണ് അവർ കണ്ടത് എന്നാണ് പറഞ്ഞത്. അതിനാണല്ലോ നമ്മളിത് എടുക്കുന്നേ. ഇതിപ്പോ എടുത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി അവരോടൊക്കെ അത് ലിങ്ക് അയച്ചു കൊടുത്ത് കാണാൻ പറയും. അല്ല, ഇപ്പൊ കാരണന്മാരൊക്കെ ഇപ്പൊ അഭിപ്രായം പറഞ്ഞ എന്താ വെച്ചാൽ എല്ലാം ഭംഗിയായിക്കോട്ടെ, പക്ഷെ ഈ വീഡിയോ എടുക്കാൻ വരുന്നവരോടൊക്കെ 2 സൈഡിലേക്ക് മാറി നിന്നിട്ട് എല്ലാവർക്കും കല്യാണം കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ടായിരുന്നു. അല്ല, അതെ സുധേട്ടാ, ഈ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലുള്ളൊരു സംഭവമാണ് അല്ലേ? അപ്പം അത് എക്കാലവും നമുക്ക് കാണുകയും വേണം. അതിൻ്റെ ഏറ്റവും വൃത്തിയോടുകൂടി അത് ചിത്രീകരിച്ച് പകർത്തി നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒളിച്ചും പാത്തും ഇരുന്നൊന്നും ഈ വീഡിയോ ഫോട്ടോയൊന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ എടുക്കുന്നതിന് അതിൻ്റെ ഒരു വൃത്തിയും മെനയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് സുധേട്ടനോട് പറയാനുള്ളത്, നേരിട്ട് കല്യാണം കാണുന്ന അത് വേണോ, അതോ ഞങ്ങളെ സൗകര്യാർത്ഥം ഞങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ നല്ല ഉഷാർ വീഡിയോയും ഫോട്ടോയും തരണോ?